ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ താരൻ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ്. നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ ഇല്ലാതായാൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ തലയോട് നല്ലപോലെ ക്ലീൻ ആവാനും കൂടി സഹായിക്കുന്ന ഒരു ടിപ്സാണ്. തലയോട്ടിയിലുണ്ടാവുന്ന ചൊറിച്ചിൽ, ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടാൻ ഇത് സഹായിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്സാണ് ഇത്. നമ്മൾ ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്തു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. അപ്പോൾ ഈ ഒരു തൈര് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട് നല്ല പോലെ ക്ലീൻ ആക്കാൻ സഹായിക്കുന്നുണ്ട്. തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഡ്രൈനെസ് ഇതൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു തൈര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തൈര് മുടിയിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലകൾ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏതാണ്ട് ഒരു 3 തണ്ടോളം ആര്യവേപ്പിൻ്റെ ഇലകൾ എടുക്കുന്നുണ്ട്. ഈ ആര്യവേപ്പിൻ്റെ ഇല ഇതേപോലെ തന്നെ ഡാൻഡ്രഫിനെ നല്ല പോലെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതുപോലെ തന്നെ നമുക്കിത് ഫേസിലും ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല എങ്ങനെയൊക്കെയാണ് ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകൾ കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഇതേപോലെ തന്നെയാണ് താരനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങളും കൂടി ചേർന്നാൽ നമ്മുടെ തലയിൽ ഒരൊറ്റ താരൻ പോലും ഉണ്ടാവില്ല കേട്ടോ. താരനോ ചൊറിച്ചിലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് 3ഉം കൂടെ കൂട്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടൊന്നുമില്ല. അരിച്ചെടുക്കാതെ തന്നെ നമുക്കിത് മുടിയിലിട്ട് കൊടുക്കാം. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയിലൊക്കെ നല്ലപോലെ ഇത് പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരൊറ്റ തവണ ചെയ്ത് കൊടുത്താൽ മതി. നല്ല പോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിലും താരനെല്ലാം മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു താരൻ മാറി കിട്ടുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറി കിട്ടും. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.